കാന്തല്ലൂർ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇതെന്തായിട്ടെന്ന് എടുത്ത ഇപ്പൊ കുറച്ച് മല്ലിയിലയും കുറച്ച് കരിവേപ്പില ഇട്ടു. ഇതെന്ത് മീനാ കറി വെച്ചത്? പൂമീൻ കറി വെച്ചു അല്ലേ? അതെ അതെ. ഇനി അത് തീ ഓഫ് ചെയ്തു. ഓ, തീ ഓഫ് ചെയ്തു. ഇനി അവില അത് അപ്പൊ എന്തെല്ലാം ഈ കാന്തല്ലൂർ മീൻകറിക്ക് വേണ്ടത്? കാന്തൂർ മീൻകറിക്ക് വെളുത്തുള്ളി വേണം മെയിനായിട്ട്. അത് കാന്തൂരിൽ തന്നെ വെളുത്തുള്ളി വേണം, അപ്പോഴല്ലേ കാന്തൂർ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇഞ്ചി വേണം, പിന്നെ കരിവേപ്പില, തക്കാളി ഞാൻ രണ്ടെണ്ണം ടേസ്റ്റിന് വേണ്ടിയിട്ടാ. പിന്നെ നമ്മൾ കുടംപുളിയാണ് മെയിൻ ആയിട്ട്. അത് ഇവിടുത്തെ കുടംപുളി ഓർഗാനിക് ആണ്. പിന്നെ എന്തെല്ലാം പൊടികളാ? പൊടികളും ഫിഷ് മസാല ചേർക്കും, മല്ലിപ്പൊടി ചേർക്കും, കാശ്മീർ ചില്ലി ചേർക്കും, പെപ്പർ ഉണ്ടെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ചേർക്കാം, അതിൽ കൂടുതൽ വേണമെങ്കിൽ പെപ്പർ പൊടി. അപ്പൊ മല്ലിയില ഇട്ട് എപ്പോ വേണമെങ്കിലും നമുക്ക് ഇനി കഴിക്കാവുന്നത് പോലെ. ഒരാഴ്ച കൂടെ കേടായിരിക്കും. ഫ്രിഡ്ജ് വേണ്ട, ഫ്രിഡ്ജിൽ വെക്കാനേ പാടില്ല. ഓ, ഇവിടെ കാന്തല്ലൂരിൽ ഫ്രിഡ്ജിൽ വെക്കണ്ട. അത് ഇവിടുത്തെ ക്ലൈമറ്റ് അത്രമാത്രം സുന്ദരമാണ്, ഫ്രിഡ്ജ് പോലെയുള്ള ക്ലൈമറ്റ് ആണ്. അപ്പൊ കാന്തല്ലൂർ മീൻകറി റെഡി. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നാൽ മീൻകറി പരിചയപ്പെടുത്തും. ഇവിടുത്തെ